നമസ്തേ എവരി വൺ. ഞാൻ ഇവിടെ ലവ് സാധാരണഗതിയിൽ നമുക്ക് 8 വിധത്തിലുള്ള ലവ് ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉരുത്തിരിഞ്ഞ് വരുമ്പം നമ്മുടെ കേരളത്തിൽ സംസ്കൃതം എങ്ങനെയാണോ മലയാളമായിട്ട് കണക്ട് ചെയ്തത്, മലയാളത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പിതാവാണ് നമുക്ക് ഗ്രീക്ക് ഭാഷ. അപ്പോൾ അതിലാണ് ആദ്യ കാലത്തൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ 8 പേരിനകത്തും കുറച്ച് ഗ്രീക്കിൻ്റെ സ്വാധീനം വന്നിട്ടുണ്ട് ഫിലോസഫീസിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ. ഈ ലവിനെ കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ രസതന്ത്രം, ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് വളരെ ഇൻഡെപ്തായിട്ട് പഠിച്ചിട്ട് വളരെ ബ്രീഫായിട്ട് അവിടെ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇതൊക്കെ വെച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ച ചില പഠനങ്ങൾ പറയാം, നിങ്ങൾക്കത് വെച്ച് നോക്കാനായിട്ട് പറ്റും. ഡോക്ടർ ഹെലൻ ഫിഷറിൻ്റെ പഠനമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ റൊമാൻറ്റിക് ലവിനെക്കുറിച്ച് അപ്പോൾ അദ്ദേഹം ചെയ്താൽ ഭയങ്കര പ്രണയത്തിലിരിക്കുന്ന സ്നേഹത്തിലിരിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫങ്ഷണൽ MRI എടുത്ത് നോക്കിയ പഠനങ്ങളുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾക്ക് ഈ പ്രണയം കൂടിയിരിക്കും ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ, ചില റീജിയൻസ് വളരെ ആക്ടിവേറ്റഡ് ആണ്. അവിടെ ഈ ഡൊപ്പാമൈൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുമ്പോഴത്തേക്ക് ഫീൽ ഗുഡ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന പ്ലഷർ ഫീൽ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പഠനമായിരുന്നു. അതേപോലെ തന്നെ സ്റ്റീഫെയിൻ കസിപ്പോ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലാണ് അവരുടെ പഠനത്തിനകത്ത് കണ്ടത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൊമാൻറ്റിക് ലവിൻ്റെ ആദ്യ സമയത്ത് ഈ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ ഡൊപ്പാമൈനും ഓക്സിറ്റോസിനും അഡ്രിനാലിനും ഒക്കെ റഷ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കൊരു യുഫേറിയ ഫീൽ ചെയ്യും, ആ ഇതാണ്. അപ്പോൾ അത് വലിയൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് കടന്നു പോകുന്നുള്ളതായിരുന്നു അവരുടെ പഠനം. അപ്പോൾ ഈ ഇനം ലവ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആ കാലഘട്ടത്തിലുണ്ടാകുന്നൊരു യുഫേറിയാണ് അവർ ഇത് ചെയ്തത്. ഇനി ഡോക്ടർ ലൂസി ബ്രൗണിൻ്റെ പഠനം അവരുടെ പഠനത്തിൽ കണ്ടത് അതും ഈ ഫങ്ഷണൽ MRI എടുത്തുകൊണ്ടാണ് റൊമാൻറ്റിക് ലവ് സബ്ജക്റ്റ്. അത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഈ വെർട്ടിക്കൽ ടാക്മെൻ്റൽ ഏരിയയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉണ്ടാകുന്ന കെമിസ്ട്രിയുടെ മാറ്റത്തെക്കുറിച്ചായിരുന്നു. അത് ഉണ്ടാക്കുന്ന പ്ലഷറും മോട്ടിവേഷനും വളരെ വർദ്ധിപ്പിക്കും. ശ്രീരാമചന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനമുണ്ട്, അവിടെ ഡോക്ടർ കൃഷ്ണയാണത് ലീഡ് ചെയ്തത്. അപ്പോൾ അതിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അപ്പോൾ അത് നമുക്ക് ഒരു എൻഡോക്രൈൻ സിസ്റ്റം മൊത്തം ഈ ലവിലിരിക്കുമ്പോൾ ഫങ്ഷൻ ചെയ്യുന്നതിനെക്കുറിച്ചും നോറെപ്പിനെഫ്രൈൻ, കോർട്ടിസോൾ, സെറിറ്റോണിൻ, ഈ ബോണ്ടിങ്, അട്രാക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ്. അപ്പോൾ അത് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. അപ്പം അതുപോലെ തന്നെ പോൾ ജെ സാക്കിൻ്റെ പഠനം കാണിക്കുന്നത് അപ്പോൾ അത് പ്രധാനമായിട്ട് ഓക്സിറ്റോസിനെ കുറിച്ചാണ്. എന്തുമാത്രം സോഷ്യൽ ബോണ്ടിങ് ഉണ്ടാക്കിയിരിക്കുന്നത്, ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, എമ്പതി ഉണ്ടാക്കുന്നു. അപ്പോൾ റിലേഷൻഷിപ്പിന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇവരെല്ലാം പഠിച്ചപ്പോൾ ഈ ബ്രെയിനിൻ്റെ അമിഗ്ഡലയിലാണ് നമ്മുടെ എല്ലാ വിധത്തിലുള്ള സ്നേഹത്തിനും 8 വിധത്തിലുള്ള സ്നേഹത്തിനും ഏറ്റവും പ്രധാനമായിട്ട് ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഇമോഷൻസിനെ പ്രധാനമായിട്ടും പ്രോസസ്സ് ചെയ്യുന്നത് അമിഗ്ഡലയാണല്ലോ ബ്രെയിൻ്റെ. എമ്പതി ഉണ്ടാകുന്നതും അതുപോലെ ഈ ഒരു കീ കമ്പോണൻസ് അത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇൻസുലർ കോർട്ടെക്സിനും അപ്പോൾ അവിടെ നമുക്കൊരു ഇമോഷണൽ അവെയർനെസ്സും എമ്പതിയും ഈ പ്ലേ ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്നാണ് നമുക്ക് അൺകണ്ടീഷണൽ ലവിൻ്റെ ഇത് ഉണ്ടാകുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് 8 ലവിനെ കുറിച്ച് പറയാം. 8 ലവിനകത്ത് ഏറ്റവും പ്രധാനം പറയുന്നത് ഇറോസാണ്. അപ്പോൾ ഇറോസ് എന്ന് പറയുമ്പോഴത്തേക്ക് റൊമാൻറ്റിക് ലവാണ്. അതിൻ്റെ ഒരു കമ്പോണൻറ്റ് പറയുമ്പോഴത്തേക്കും പാഷനാണ്, അഗ്നി പോലുള്ള പാഷൻ, നമുക്കൊരാളോട് തോന്നുന്ന ഡിസയർ ആൻഡ് ഫിസിക്കൽ അട്രാക്ഷൻ, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട്. അപ്പോൾ അത് പ്രവർത്തിക്കുമ്പോൾ ഒരാളോട് നമുക്കിഷ്ടപ്പെട്ടൊരു രൂപത്തോട് നമുക്ക് തോന്നുന്ന ഒരു പാഷൻ വന്നു കഴിയുമ്പോൾ, ഡിസയർ വന്നു കഴിയുമ്പോൾ, അട്രാക്ഷൻ കൂടി കഴിയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഡൊപ്പാമൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മളുടെ ബോഡീനെ മൊത്തം മനസ്സിനെയൊക്കെ ഒരു നല്ലൊരു പ്ലഷറിലേക്ക്, ഒരു റിവാർഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അവരെപ്പോഴും ഒരു യുഫേറിയലായിരിക്കും, യുഫേറിയയും മോട്ടിവേഷനും കൂടി വരും. അപ്പോൾ അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ്റെ ഒരു പ്രവർത്തനം അതെപ്പോഴും ഭയങ്കര ബോണ്ടിങ്ങും ട്രസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു ഫിസിക്കൽ അഫെക്ഷനും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ്.
അതേപോലെ തന്നെ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ കൂടി കൂടി വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഡിസയറും അട്രാക്ഷനും കുറച്ചുകൂടെ കൂടും. അതേപോലെ തന്നെ സെറിറ്റോണിൻ വരുമ്പോഴത്തേക്ക് മൂഡ് നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നല്ലൊരു ഹാപ്പി അവസ്ഥയിലേക്ക് ആൾക്കാർ പോകും. അപ്പോൾ ഒരു ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് നമുക്ക് ഈ ഒരു ഇറോസിൽ നിന്ന് വരുന്നുണ്ട്. ഇത് വളരെ നന്നായ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് അപ്പോൾ എൻഹാൻസ് ചെയ്യുക, മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുക. അപ്പം ഇത് പറയുകയാണെങ്കിൽ പ്രായമായാലും ഈ ഇറോസ് നിലനിർത്താൻ പറ്റിയ പ്രായം അങ്ങനെ പെട്ടെന്ന് പോവില്ല, നമ്മളിലേക്ക് വീണ്ടും യൂത്ത് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഇറോസ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രെസ്സ് പതിയെ പോകാൻ തുടങ്ങും. സ്ട്രെസ് എല്ലാം പോയി ആങ്സൈറ്റി എല്ലാം പോകും. അപ്പോൾ നന്നായിട്ട് കാർഡിയോ വാസ്കുലർ ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ടും ഇതെല്ലാം നമുക്ക് വളരെ കൂടുമെന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇനം ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞത് തീഷ്ണമാണ്, ഇച്ചിരിയുടെ ലവ്. സോ ഒരു ശകലം കൂടെ ഒരു ലൈറ്റായിട്ടുള്ളത് ലൂഡസ് എന്ന് പറയും. ഈ ലൂഡസിനകത്ത് നമുക്ക് ഒരു പ്ലേഫുൾ ലവ് ആണ്. ഇതിൻ്റെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഫ്ലർട്ട് ചെയ്യുക, ഫ്ലർട്ടേഷൻ, ടീസിങ്, ഫണ്ണ്. ഇപ്പോൾ കോളേജ് കുട്ടികളൊക്കെ ഇങ്ങനെ ചുറ്റും കൂടുന്ന വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇല്ല രണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയുടെ ആണെങ്കിലും രണ്ടുപേര് മാറി നിന്ന് സംസാരിച്ചുകൊണ്ട് വേറെ സീരിയസ് ആയിട്ടൊന്നുമില്ല, പക്ഷേ വെറുതെ അങ്ങൊരു സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ കോളേജുകളൊക്കെ പിള്ളേർ പറയും പഞ്ചര അടിച്ചത് മതി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ അവിടെ നമുക്ക് ഇവർക്ക് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്നിട്ട് ഡോപ്പാമൈൻ നല്ലപോലെ ഇവരുടെ ബ്രെയിനിൽ വന്നു. അത് ഇൻക്രീസ് ചെയ്ത് ഒരു പ്ലേഫുൾ ഇതിൽ വന്ന് ആ ഇൻട്രാക്ഷൻസ് കൂട്ടി ചില ആൾക്കാർ അപ്പോൾ അവിടെ പ്ലഷർ വന്നു, മോട്ടിവേഷൻസ് വന്നു, നല്ലതുപോലെ എൻഡോർഫിൻസ് റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങി, ലാഫ്റ്ററും ഫണ്ണും വന്നു. അപ്പോൾ ഒരു നാച്ചുറലായിട്ട് ശരീരത്തിൻ്റെ എല്ലാ ലിമിറ്റേഷൻസും നമ്മളങ്ങ് മറന്നുപോകും. ശരീരത്തിൽ നല്ല മൂഡും സുഖമൊക്കെ ഫീൽ ചെയ്യും. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാരെന്ത് വെച്ചാൽ അവർ ഈ ഇറോസിലേക്ക് അവിടെ നിന്ന് പോകും, അത് അപ്ഗ്രേഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഇറോസിലേക്ക് പോകും. ചില ആൾക്കാർ അങ്ങനെ പോകണമെന്നില്ല, അങ്ങനെ തന്നെ ലൂഡസിൽ തന്നെ അവർ നിന്ന് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും മെയിനായിട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ മൂഡ്, പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ കൂടും, സോഷ്യൽ ബോണ്ട് കൂടും, അപ്പോൾ ഒരു പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. മറ്റൊരു ഇതാണ് നമുക്ക് വരുന്നപ്പോഴത്തേക്കും മൂന്നാമത്തെ ഇനം ലവ് എന്ന് പറയുന്നത് ഫീലിയക്കകത്തൊരു അഫെക്ഷനേറ്റ് ലവ് ആണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ലോയൽറ്റിയാണ്. അപ്പോൾ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റാണ്, അപ്പം ഷെയർഡ് വാല്യൂസാണ്. അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ ഇറോസിൻ്റെ കൂടെ നമുക്ക് ഫീലിയ വേണേൽ ഉണ്ടാകാം, നിർബന്ധമില്ല, ഫീലിയ വേണേൽ ഉണ്ടാകാം. പിന്നെ ഫീലിയക്കകത്ത് നമുക്ക് ഓക്സിറ്റോസിൻ നല്ലപോലെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അങ്ങോട്ടൊരു അഫെക്ഷൻ തോന്നുകയാണല്ലോ. അപ്പോൾ ഒരു ബോണ്ടിങ് അവർ തമ്മിൽ വളരെ ഒരു ബോണ്ടിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓക്സിറ്റോസിനും സെറിറ്റോണിനും നന്നായിട്ട് വരുമ്പോൾ നല്ല മൂഡ് അപ്ലിഫ്റ്റഡ് ആവും, സ്റ്റഡി ആവും. അപ്പോൾ ഒരു പോസിറ്റീവ് ഇമോഷൻ അവിടെ എപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചെന്നാൽ എൻഡോർഫിൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ എൻഡോർഫിൻസ് നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സപ്പോർട്ടീവ് ഇൻറ്ററാക്ഷൻസാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ബോഡി വെൽനെസ് തോന്നും, ഒരു സുഖം തോന്നും. അപ്പോൾ പലപ്പോഴൊക്കെ ക്ലാസ് ഉള്ളപ്പോഴും പിന്നെ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫും ഒക്കെ ആയിട്ട് ഇടപെടുമ്പോൾ ഈ ഒരു ഫീലിംഗ് എനിക്ക് വരാറുണ്ട്. ഇവിടുത്തെ ഒരു കുറവ്, ഒരു മിസ്സിങ് ഇതിനകത്ത് വരുന്നത് നമുക്ക് ഈ ഫീലിയക്കകത്ത് ഇല്ലാത്തൊരു കാര്യം ഡൊപ്പാമൈൻ പ്രൊഡക്ഷൻ ഇല്ല. ഓക്കെ, ഡൊപ്പാമൈൻ പ്രൊഡക്ഷൻ ഇല്ല. ഇതിനകത്ത് ഡൊപ്പാമൈനാണ് സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ നമുക്ക് എറോസിനകത്ത് ഉണ്ടാകുന്നത്, ഭയങ്കരമായിട്ടുണ്ടാകുന്നത്. അതില്ല ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഓക്സിറ്റോസിൻ, സോഷ്യൽ ഒരു ബോണ്ടിങ് വരുന്നു, സെറിറ്റോണിൻ വരുന്നു, അതുപോലെ തന്നെ എൻഡോർഫിൻസ് വരുന്നു. മിസ്സിങ് എലമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡൊപ്പാമൈൻ അതിനകത്ത് ഇല്ല. അപ്പോൾ ഫാദറും മദറുമോ അല്ലെങ്കിൽ പിന്നെ അധ്യാപകനും ശിഷ്യഗണങ്ങളും, അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ 100 കണക്കിനുണ്ടല്ലോ ആൾക്കാർ. അപ്പോൾ അവരിങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ പൊതുവെ ആൾക്കാർക്ക് തോന്നി ഞാൻ കുറച്ച് ഗൗരവമാണ് എന്നൊക്കെ തോന്നി പതിയെയാണ് സംഭവം അടുത്ത് വരുന്നത്. പക്ഷേ ഈ ഓപ്പണായിട്ട് സംസാരിച്ച് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ എപ്പോഴാണെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് വരാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അവിടെ വരുന്നത് നമുക്ക് എപ്പോഴും വരുന്നത് ഈ ഫീലിയ എന്ന ലവ് ആണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സംഭവം നിങ്ങൾ അതേ രീതിയിൽ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്, അവർക്ക് നല്ലതാണ്, മ്യൂച്വൽ സപ്പോർട്ടാണ്,
ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഫീലിയ എന്ന വിധത്തിലുള്ള ലവ് ഉണ്ട്. സോ യു ആർ വെൽക്കം. നമുക്ക് ഈ ഫീലിയ ക്ലാസ്സുകളിൽ വരുമ്പോൾ നമുക്ക് ഒത്തിരി അനുഭവിക്കാം. അതല്ല സൺഡേ ഒക്കെ ആണെങ്കിലും ശരി, 7 മണിക്കും 8 മണിക്കും ഇടയ്ക്കൊണ്ട് ക്ലാസ് ഉള്ളപ്പോഴാണെങ്കിലും ഡെഫിനറ്റായിട്ടും നമുക്ക് ഫീലിയ നമുക്ക് നുകരാം. കാരണം നല്ല ഒരു പിന്നെ സ്നേഹത്തിൻ്റെ വികാരമാണ്, ഒരു ടീം ഒക്കെ തോന്നും. അടുത്തതാണ് നമുക്ക് സ്റ്റോർജ് എന്ന് പറയുന്നത്, 4ാമത്തെ ലവ്. അപ്പോൾ അതൊരു ഫാമിലിയർ ലവ് കമ്പോണൻ്റാണ്. അതിനകത്ത് പ്രധാനമായിട്ടും കംഫർട്ടാണ്. നമുക്ക് അക്സെപ്റ്റൻസ്, ഫെമിലിയാരിറ്റി, ഈ 3 സാധനമാണ് കമ്പോണൻസ് കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ അവിടെ നമുക്ക് വരുന്നത്, അപ്പോൾ നമ്മൾ പ്രായമായ മാതാപിതാക്കളുടെ അടുത്തോട്ട് നമ്മൾ തറവാട്ടിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നൊരു കംഫർട്ടാണ്. തന്നെയല്ല നമ്മൾ വന്നല്ലോ, ഭയങ്കര ഒരു അക്സെപ്റ്റൻസ്. എപ്പോഴായിരുന്നു യാത്ര, എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന അമ്മമാരൊക്കെ സ്നേഹം കാണിക്കാൻ തുടങ്ങുന്നത്, സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് പകരം വരുന്നത് എന്തെങ്കിലും ഭക്ഷണം എടുത്ത് തരാം, എന്തെങ്കിലും കുടിക്കാനായിട്ട് തരിക, ഇതുകൂടെ കഴിച്ചോ എന്ന് പറഞ്ഞ് തരുന്നതായിരിക്കും. അപ്പോൾ അക്സെപ്റ്റൻസ് ആണത്, കംഫർട്ട്. പിന്നെ ഫെമിലിയാരിറ്റി, ഭയങ്കര നമ്മൾ അവിടെയുള്ള ആൾക്കാരും നമ്മളും എല്ലാമായിട്ട് പെട്ടെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് പ്രധാനമായിട്ട് നല്ല പോലെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഓക്സിറ്റോസിനാണ്. അപ്പോൾ ഈ ബോണ്ടുകൾ വീണ്ടും നേരത്തെ ഉണ്ടാഞ്ഞ കഴിഞ്ഞും കുറച്ചുകൂടെ കൂടുതൽ ബോണ്ട് അവരുമായിട്ട് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ അടുക്കും. ഓക്കെ, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ താമസിച്ചിരുന്ന അടുത്തോട്ടൊക്കെ നമ്മൾ ഇടയ്ക്കൊന്നും പോകുന്നത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു സ്റ്റോറേജ് നമുക്കൊന്നുകൂടെ കൂടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ട് കൂടുന്നതോ പഴയ സ്ഥലത്തേക്ക് പോകുന്നതോ, നമുക്ക് അവിടെ എന്നാൽ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നത്തുമില്ല. അതുപോലെ തന്നെ സെറിറ്റോണിൻ നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഹാപ്പിനെസ്സും നന്നായിട്ട് വരും. അതുപോലെ തന്നെ എൻഡോർഫിൻസും ഭയങ്കര കംഫർട്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സും എല്ലാം അങ്ങ് ദൂരെ പോയിക്കോളും. അപ്പോൾ അവിടെ ഒരു ഫെമിലിയർ ഇൻറ്ററാക്ഷൻസ്. അപ്പോൾ ഇത് കൊണ്ടൊരു പ്രയോജനം ഇവിടെ നമുക്ക് എന്തില്ല, ഡൊപ്പാമൈൻ എലമെൻറ്റ് മിസ്സിംഗ് ആണ്. കാരണം ഇവിടെ നമുക്ക് പ്രണയം, സെക്സുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഇമോഷണൽ സെക്യൂരിറ്റി വളരെ കൂടും. നമ്മൾ ഒറ്റയ്ക്കാണ്, ആരുമില്ല, ഞാൻ മാത്രമാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് ഒക്കെ അതൊക്കെ പോയിട്ട് നമുക്ക് ഒത്തിരി സപ്പോർട്ടുണ്ട്. ഐ എം സപ്പോർട്ടഡ് ബൈ മെനി പീപ്പിൾ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളവരോ നമുക്കറിയാവുന്നവരൊക്കെയാണ്. ചുമ്മാ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഈ ഒരു ഫീലിംഗ് കൂടും. നമ്മുടെ ഓരോ വാക്കുകളും ഈ ഫീലിംഗ് ഒത്തിരി കൂട്ടും. അപ്പോൾ ഒരു മെൻ്റൽ വെൽനെസ്, അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു അവരുടെ മാനസിക ആരോഗ്യത്തിന് ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഈ സ്റ്റോറേജ് നമ്മളുടെ മാനസിക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ അൺനോൺ സ്ഥലത്തേക്ക് പോവുകയല്ല, അൺനോൺ സ്ഥലത്തേക്ക് പോകുന്നതിന് പകരം നമ്മളുമായിട്ട് ഇങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്തേക്ക്. അതുകൊണ്ട് നമ്മൾ ഈ കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ചവരൊക്കെ ആ ബാച്ചുകൾ ഒന്നിച്ച് കൂടുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്നത് ഏതാണ് ഈ ഒരു നമുക്കുണ്ടാകുന്ന സ്റ്റോറേജിൻ്റെ ഒരു ഫീലിംഗാണ്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സും എല്ലാം പോയി ഒരു ഓവറോൾ അപ്പോൾ ഒരു നല്ല കണക്ഷൻസുമായിട്ടായിരിക്കും വരുന്നത്. ഇനി മറ്റൊരു ലവാണ്, 5ാമത്തെ ലവ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാമെന്ന് പ്രാഗ്മ എന്നാണ് പറയുക, എൻഡ്യൂറിങ് ലവ് എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തൊഴിലുടമയോട് തോന്നേണ്ടത്, നമുക്ക് ആ ടീമിനോട് തോന്നേണ്ടത് നമുക്ക് കമ്മിറ്റ്മെൻറ്റാണ്, ഡ്യൂട്ടിയാണ്, ലോങ് ടേം അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഐ റിപ്പീറ്റ്, പ്രാഗ്മ എന്ന് പറയുന്നത് നമ്മൾ സുഹൃത്തുക്കളൊന്നിച്ച് ജോലി ചെയ്യുന്ന കൊളീഗ്സും ആകാം, അവിടെ ഇല്ല തൊഴിലുടമയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന പ്രാഗ്മ എന്ന ലവ്, അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റാണ്. അയാളോട് അല്ല ആ കോഴ്സിനോട് ഇല്ല പാർട്ടിക്കകത്തൊക്കെ ചേരുന്ന ആൾക്കാരൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പ്രാഗ്മ എന്നതുകൊണ്ടാണ്. ഇപ്പോൾ CPM ആണെങ്കിലോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലോ അല്ലെങ്കിൽ BJP ആണെങ്കിലോ, അപ്പോൾ ഇവർ വീണ്ടും വീണ്ടും കണ്ടവർ പ്രവർത്തിച്ചവർ അവർ തമ്മിൽ എപ്പോഴും കാണുമ്പോൾ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സന്തോഷമുള്ളതിൻ്റെ കാരണം ഈ പ്രാഗ്മ കൂടുന്നതുകൊണ്ടാണ്. പാർട്ടിയുടെ ഐഡിയോളജി അല്ല ഇതിനകത്ത് മുഖ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രാഗ്മ കൂടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് അവിടെ കൂടുതൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ പ്രാഗ്മ വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ അറിയാം. ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തെങ്കിലും നമുക്ക് സമയം കുറവുള്ളതുകൊണ്ട്. അപ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും നമുക്ക് ലോങ് ടേം അണ്ടർസ്റ്റാൻഡിങ്, നമ്മളുടെ ഒരു ഡ്യൂട്ടി, ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഓക്സിറ്റോസിൻ തന്നെയാണ്. അത് ഓക്സിറ്റോസിൻ റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ഓരോ ദിവസവും നമ്മൾ കൊളീഗ്സിൻ്റെ ഇടയ്ക്ക് പോയിരുന്ന് ജോലി ചെയ്യുമ്പോഴെല്ലാം, അപ്പോൾ ഓഫീസുകളിൽ
തൊഴിൽശാലകളിൽ ടീമായിട്ട് ജോലി ചെയ്യുന്നിടത്തെല്ലാം ഈ ഓക്സിറ്റോസിൻ വരും. ഓക്കെ, അവിടെ നമ്മൾ ഇറോസ് ഒന്നും കൊണ്ടുവരരുത്. ഇറോസ് നമുക്ക് വരുവാണെങ്കിൽ ഒരാളോടാണ് വരണ്ടേ. ചെല്ലുന്നിടത്തെല്ലാം നമ്മൾ ഇറോസ് കൊണ്ടുവരരുത്, ലൂഡസും കൊണ്ടുവരരുത്. നമ്മൾ കൊണ്ടുവരേണ്ടത് ഈ മാറ്റമാണ്. അപ്പോൾ അവിടെ ഇപ്പം നമുക്ക് ഓക്സിറ്റോസിൻ നല്ലപോലെ വന്നിട്ട് ബോണ്ടിങ് വളരെ കൂടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പുതിയ എലമെൻ്റ് കൂടെ ഉണ്ട്, വാസോപ്രസിൻ വളരെ കൂടും. അസോസിയേറ്റ് വിത്ത് ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റെബിലിറ്റി. എക്കാലം ഇവരുമായിട്ട് ഇങ്ങനെ തന്നെ പോകാനായിട്ട് കണ്ടിന്യൂ ആൻഡ് വി ആർ ടുഗദർ. അപ്പം പാർട്ടി ബന്ധമാണ്, അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോടുള്ള സ്ഥാപനത്തിനോടുള്ള ബന്ധമാണ്, കൊളീഗുമായിട്ടുള്ള ബന്ധമാണ്, അവിടുത്തെ യൂണിയൻകാർ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? വാസോപ്രസിൻ എലമെൻ്റാണ്. ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റെബിലിറ്റി, സ്ഥിരത. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെറിറ്റോണിൻ നന്നായിട്ടുണ്ടാകുന്നുണ്ട്. സെറിറ്റോൺ, അപ്പോൾ അവിടേക്ക് നമുക്ക് തിരിച്ചെത്താൻ, അപ്പോൾ മെയിൻറ്റെയിൻ ഇമോഷണൽ ബാലൻസ് ആൻഡ് കണ്ടൻമെൻറ്റ്, സംതൃപ്തി നമുക്ക് വളരെ കൂടും. ഇവിടെയും നമുക്ക് എന്തില്ല? ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പ്രാഗ്മയ്ക്കകത്ത് നമുക്ക് എന്ത് ഇല്ല? മുമ്പേ പറഞ്ഞ പോലെ ലവ് ഇല്ലെങ്കിൽ സെക്സ് അതിൽ വരുന്ന നമുക്ക് ആ ഒരു സംഭവം അതിനകത്ത് വരുന്നില്ല. ഡോപാമൈൻ ഇമ്പാക്റ്റ് കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രധാനം നമുക്ക് മെൻ്റൽ ഹെൽത്തിന് വളരെ ലോങ് ടൈം പ്രൊമോട്ട് ചെയ്യും. ഇമോഷണൽ സ്റ്റെബിലിറ്റി പിടിച്ചു നിർത്താൻ, നേരെ നിന്ന് പോകാനായിട്ട്, തകർന്നു പോകത്തില്ല. എന്തിനും അവരെല്ലാം ഉണ്ടെന്നുള്ളൊരു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പാർട്ടി ഗ്രാമങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്, പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന ആദർശമല്ല. അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിച്ചേക്കുന്നത്. നോ, സൈക്കോളജി ഇതാണ്, ഇത് കെമിസ്ട്രിയാണിത്. ഇനി ഇതിനകത്ത് ചില സോഷ്യൽ ഡൈനാമിക്സ് ഉണ്ട്. അത് പക്ഷേ ഇതിൻ്റെ കൂടെ എടുക്കാൻ പറ്റില്ല. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ വേറൊരു വീഡിയോ ഇട്ട് തരുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്ട്രെസ് എല്ലാം അങ്ങ് പോകും, ആങ്സൈറ്റി അങ്ങ് പോകും, ബന്ധം ഭയങ്കര സ്റ്റേബിളായിരിക്കും. ഇപ്പം പിന്നെ നമ്മുടെ പഴയ നേതാക്കന്മാരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബന്ധം അവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഒരു വെൽബീയിങ് വളരെ കൂടുതലായിരിക്കും. ഈ സ്നേഹം കൊണ്ട് ദൂഷ്യമുള്ള സ്നേഹമുണ്ടോ? അയ്യോ, ഭയങ്കര ദോഷമുള്ള സ്നേഹമുണ്ട്. മാനിയേക്ക് ലവ്, ഒബ്സസീവ് ലവ്. എന്നെ മാത്രമേ സ്നേഹിക്കാവൂ, എന്നെ വേറെ ആരെയും നീ സ്നേഹിക്കാൻ പാടില്ല. ആ സ്നേഹത്തെ പിടിച്ചങ്ങ് പൊസസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കമ്പോണൻ്റ് ഒബ്സഷൻ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, വേറെ ഒന്നിലും പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഡിപ്പെൻഡൻസി. നമ്മളുടെ സ്നേഹമില്ലെങ്കിൽ അയാൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അയാൾക്ക് ഒരു ദിവസം പോലും നമ്മൾ സ്നേഹം കൊടുത്തില്ല, നിന്ന് പിടിക്കാൻ പറ്റത്തില്ല. മൂന്നാമതായിട്ട് ജലസി. വേറെ ആർക്കെങ്കിലും ഇയാൾക്ക് കൊടുക്കാതെ ഇയാൾക്ക് കൊടുത്താലും വേറെ ആൾക്ക് കൊടുക്കാനായിട്ട് ഇയാൾ സമ്മതിക്കത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക, ഇങ്ങനത്തെ ഒരാളാണ് നമ്മുടെ ലൈഫ് പാർട്ണറെങ്കിൽ എന്ത് ദുരന്തമാണ്. വേറെ ആരെയും സ്നേഹിക്കാൻ സമ്മതിക്കത്തില്ല, ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സഹോദരനോടോ സഹോദരിയോടോ അമ്മയോടോ പിതാവിനോടൊന്നും പറ്റത്തില്ല. ആകെ ലൈഫ് പാർട്ണറോടും മാത്രമേ പറ്റുള്ളൂ. ആ ഒബ്സഷൻ ആൻഡ് ഡിപ്പെൻഡൻസി ആൻഡ് ജലസി. ഇവിടെയാണ് നമ്മൾ എവിടെയായി പോകുന്നത്? നമ്മളെ സെല്ലുകൾ ഇട്ടതുപോലെയാണ്, ജയിലിലിട്ടതുപോലെയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ അടുത്തൊരു സ്ത്രീ പറയുകയാണ്, ഹസ്ബൻഡ് ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നില്ല, ഇപ്പോൾ എന്നെ നോക്കുന്നില്ല, ഇതില്ല. അപ്പോൾ അദ്ദേഹം ഇവരെ മനസ്സിലാക്കിക്കാനായിട്ട് അവിടുത്തെ ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം കോരിയിട്ട് ഇങ്ങനെ കാണിച്ചു. ഈ വെള്ളമാണ് എൻ്റെ ലവ് എന്നിരിക്കട്ടെ, ഞാനിതിനെ മുറുകെ പിടിച്ചാൽ എന്ത് ചെയ്യും? വിരലിൻ്റെ ഇടയ്ക്കോടെ ഇത് പോകും. അപ്പോൾ നമ്മൾ പൊസസ് ചെയ്യാൻ തുടങ്ങും തോറും ലവ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ ഒരാൾക്കാണ് മാനിയാക്ക് ലവ് ഉള്ളത്, മറ്റേ ആൾക്ക് മാനിയാക്ക് ലവ് ഉണ്ടാകണമെന്നില്ല. മറ്റേ ആൾക്ക് വേണമെങ്കിൽ എന്താണ് ഇറോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇറോസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനകത്ത് ആ ഡോപാമൈൻ ഇമ്പാക്റ്റ് ഇവിടെ വളരെ കൂടുതലാണ്. അപ്പം ഡോപാമൈൻ ഇമ്പാക്റ്റ് എക്സസീവ്ലി ഹൈ ആകാം, ലീഡിങ് ടു ഒബ്സസീവ് ബിഹേവിയർ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോർട്ടിസോളും എലവേറ്റഡ് ലെവൽസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഈ ഒരു ഈ ഡൊപ്പാമൈൻ്റെ കൂടെ തന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്ട്രെസ് അങ്ങോട്ട് കൂടിയിട്ട് ഇയാൾക്ക് കോർട്ടിസോളും വളരെ നന്നായിട്ട് കൂടും. പിന്നെ ഇവിടെ ഒരു വലിയ പ്രശ്നം ഈ ഒരു ഇതിനകത്ത് ഈ മാനിയാക്ക് ലവിൻ്റെ അകത്തൊരു വലിയ പ്രോബ്ലം, സെറിറ്റോണിൻ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ അയാളിങ്ങനെ നമ്മൾ സ്നേഹിച്ചൊക്കെ ദേഹത്തോട്ട് കയറാൻ തുടങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? സെറിറ്റോണിൻ. അപ്പോൾ നമുക്ക് മൂഡ് കുറഞ്ഞ് ഇൻസ്റ്റെബിലിറ്റി വരും. ഇൻസ്റ്റെബിലിറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വളരെ കൂടാനായിട്ട് തുടങ്ങും.
അപ്പോൾ ഇതിനെ നമ്മൾ വ്യക്തമായിട്ട് അവയർനെസ്സും മാനേജ്മെൻറ്റും ശരിക്കും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് തകർന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ മാനിയാക്ക് ലവ് ഉള്ള സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, പുരുഷന്മാർക്ക് ഒത്തിരി പേരുണ്ട്, നീ പുറത്ത് പോകരുത്, നീ ജോലി ചെയ്യരുത്, നല്ല ഡ്രസ്സ് ഇടരുത് എന്നൊക്കെ പറയുന്നതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് ചില എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, നീ പർദ്ദയില്ലാതെ പുറത്തിറങ്ങിയേക്കരുത് എന്നൊക്കെ പറഞ്ഞു വരുന്ന എല്ലാം ഇതിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ കയ്യിൽ വെള്ളത്തെ പിടിച്ചതുപോലെ, അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഫ്രീ ആക്കുമല്ലേ വേണ്ടത്. ഫ്രീ ആക്കി കഴിയുമ്പോൾ അയാൾ നമ്മളിലേക്ക് തന്നെ വന്നോളും. അപ്പോൾ ഈ എങ്ങനെയാണ് ഇതിനെ ഇവിടെ നമുക്കൊരു ഇപ്പോൾ ഈ ഇതിനകത്ത് ഞാൻ പറഞ്ഞു തീർക്കുന്നില്ലെങ്കിലും ഇവരുടെ റെഡ്യൂസിങ് ദ ഒബ്സസീവ് ബിഹേവിയർ അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് രണ്ടു പേർക്കും സ്ട്രെസ്സ് കുറഞ്ഞിട്ട് അവരുടെ മെൻ്റൽ ഹെൽത്തിലേക്ക്. അപ്പം ഇതൊരു സിക്ക് ലവ് ആണ്, ടോക്സിക് ലവ് എന്ന് വേണേൽ പറയാം. അപ്പോൾ നമ്മൾ ഈ രണ്ടുപേരും ടോക്സിക് ആയാലും, ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഒരു പ്രയോഗമുണ്ട്, കലിപ്പൻ. അവൻ ഭയങ്കര കലിപ്പനാണ്, അവൻ അവളെ ചെടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യും, നല്ലോണം കൊടുക്കും, എല്ലാ ദിവസവും അങ്ങോട്ട് കൊടുക്കും. പക്ഷേ ഇവനില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. പക്ഷേ ഈ അവളുടെ ഹോബി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവനായിട്ട് വന്ന് ചൊറിയും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവനെ ഇളക്കും. അപ്പോൾ ഇവക്കുള്ള പേരെന്ന് പറഞ്ഞാൽ കാന്താരി. അപ്പോൾ കലിപ്പൻ്റെ കാന്താരി എന്നാണ്. ശരിക്കും വെച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്സിക് റിലേഷൻഷിപ്പാണ്. ഇതിൽ കിടന്നുകൊണ്ട് അനുഭവിക്കുന്ന, അപ്പോൾ ഈ രണ്ടുപേരും കൂടി ഇതായാൽ എന്താവും എന്നാലോചിച്ച് നോക്കിക്കുക, ഒബ്സസീവ് ലവ് വലിയ 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 പ്രശ്നമാണ്. യു നീഡ് ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് എടുത്തിട്ട് നോക്കുക. അടുത്തത് ഏറ്റവും സുന്ദരമായ സ്നേഹം, ഏഴാമത്തെ സ്നേഹം, അഗാപ്പെ. അഗാപ്പെ എന്ന് പറഞ്ഞാൽ സെൽഫ്ലെസ് ലവ്, അൺകണ്ടീഷണൽ ലവ്. നമ്മളെ ചീത്ത വിളിക്കുമ്പോഴും നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആരോ ഒരു സംസാരത്തിനിടയ്ക്ക് ഞാനിങ്ങനെ കേട്ടതാണ് യൂട്യൂബിൽ ശ്രീമൻ ഉമ്മൻചാണ്ടീനെ, പിന്നെ അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടിയിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ അദ്ദേഹത്തിന് വഴി തടയുകയൊക്കെ ചെയ്തിട്ടും വീട് ഇത് കാറ്റ് വന്നപ്പോൾ എല്ലാം പറന്നു പോയെന്നൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം അവിടെ നിന്നൊരാളോട് പറഞ്ഞ് ഇതൊന്ന് ചെയ്ത് കൊടുക്കണം, വീട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് ഇത് ചെയ്തിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നവരെ പോലും നമുക്ക് സ്നേഹിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത മനസ്സാണ്. അപ്പോൾ സെൽഫ്ലെസ് അഗാപ്പെ എപ്പോഴും നമ്മളപ്പോൾ ഈ മെഡിറ്റേഷൻ കൊണ്ടൊക്കെ നമുക്ക് അങ്ങേയറ്റം പ്രയോജനം കിട്ടണമെങ്കിൽ, നമ്മുടെ ഉള്ളിലെ ദുഃഖം ഇല്ലാതാകണമെങ്കിൽ നമ്മൾ അഗാപ്പയിൽ ഭയങ്കരമായി. അപ്പോൾ അഗാപ്പയുടെ ഭാഗം നമ്മൾ പറയുമ്പോൾ സെൽഫ്ലെസ് ലവ്, അതിൻ്റെ കോമ്പോണൻസ് എടുക്കുമ്പം സെൽഫ്ലെസ്നെസ്, ഓക്കെ, അൾട്രൂയിസം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമുക്ക് പറയുന്ന അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ നമുക്ക് പറയുന്ന എമ്പതി. കമ്പോണൻസ് എടുക്കുമ്പം സെൽഫ്ലെസ്നെസ്, അൺകണ്ടീഷണൽ ലവ്, എമ്പതി. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അവിടെ വരുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ തന്നെയാണ്. അപ്പോൾ ആ എമ്പതി വന്ന്, എമ്പതിക്കകത്തൊരു പ്രത്യേകം വെച്ചാൽ മറ്റൊരാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ അക്നോളജ് ചെയ്യുകയാണ്, അയാളുടെ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമുക്ക് നല്ലതുപോലെ. അപ്പോൾ ഒരു എമ്പതിയും അൾട്രൂയിസവുമാണ് മെയിനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഹോർമോൺ വരുന്നത്, അഥവാ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഓക്സിറ്റോസിൻ നല്ലതുപോലെ വരുന്നു, സെറിറ്റോണിൻ നല്ലതുപോലെ വരുന്നു. അത് നമുക്ക് നല്ലപോലെ സെറിറ്റോണിൻ എൻഹാൻസ് ചെയ്ത് ഒരു ഇമോഷണൽ വെൽബീയിങ്ങിലേക്ക് നമ്മൾ പോകും. അതുകൂടാതെ വരുന്നത് നമുക്ക് നല്ല രീതിയിൽ എൻഡർഫിൻസും വരും. അപ്പോൾ അതൊരു സെൽഫ് ഫുൾഫിൽമെൻറ്റും ഒക്കെ വരുന്ന നമുക്കതാണ്. ഇവിടെ നമുക്ക് ഡൊപ്പാമൈൻ ഇല്ല, ഡൊപ്പാമൈൻ മിസ്സിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് വേറെ വരുന്ന ഈ സ്പിരിച്വൽ അവെയർനെസ് എന്ന് പറഞ്ഞാൽ, സ്പിരിച്വൽ അവെയർനെസ്സും ഇൻക്രീസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നൊരു സംഭവമുണ്ട്. സോൾ മാസ്റ്ററിയിലൊക്കെ ഉണ്ട്, അല്ലാതെ നമ്മളിപ്പോൾ ഈ മൈൻഡ് മാജിക് എന്ന് പറഞ്ഞ കോഴ്സിനകത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മളെങ്ങനെയാണോ അതൊരു നമ്മൾ 20 മുതൽ 1000 വരെ നമ്മുടെ എനർജീനെ സ്കെയിൽ ചെയ്യുക, അവെയർനെസ് ലെവൽ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അവെയർനെസ് ലെവലാണ്. അപ്പോൾ ഇവരിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സ്നേഹം നമ്മളിൽ കൂടുതലുള്ള ആൾക്കാർ, അഗാപ്പയുള്ള ആൾക്കാർ, അഗാപ്പ ഒരു സാധാരണ അഗാപ്പയുള്ള ആൾക്കാരും, അപ്പോൾ ഈ അതിനകത്ത് 200 ഒരു ത്രഷോൾഡ് ലിമിറ്റ്. 200 താഴെയുള്ള ആൾക്കാർ ആണ് 85%. അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ആ കഷ്ടതകളും കഷ്ടതയുടെ തോട്ടും ഒക്കെ ആയിരിക്കും വന്നുകൊടുക്കുന്നത്. ത്രഷോൾഡ് 200 കഴിഞ്ഞാൽ 350, 400, 450, 500, 600 പോകും. നമുക്ക് ഈ അഗാപ്പെ എന്ന് പറഞ്ഞൊരു വികാരമുള്ള ഒത്തിരി പേരുണ്ട്. അവർക്ക് എപ്പോൾ എടുത്താലും ഒരു 300 മുകളിലായിരിക്കും അഗാപ്പെ കൂടിക്കഴിഞ്ഞു. അപ്പോൾ അഗാപ്പെ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റം വരുത്താനായിട്ട്, നിങ്ങളൊരു ഒരു എൻലൈറ്റൻഡ് ബീയിങ് ആക്കി തീർക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ
ഈ അഗാപ്പയെ ഒരുപാട് പരിപോഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അഗാപ്പയെക്കുറിച്ച്, അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ അഗാപ്പയെ നമ്മൾ വളരെ കൂടുതലായിട്ട്, അപ്പോൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ശമ്പളം വാങ്ങിക്കരുതെന്നോ പിന്നെ അതെല്ലാം കൊടുക്കണോ, അങ്ങനല്ല. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ശമ്പളമുണ്ട്, ഓക്കെ, ഗുഡ് സാലറി. പക്ഷേ ഈ 2 ലക്ഷം രൂപ നമ്മൾ സാലറി വാങ്ങിക്കുമ്പോൾ നമ്മൾ 4 ലക്ഷം രൂപയുടെ ജോലി ചെയ്യണം. നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഫീൽ ചെയ്യുക. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എലമെൻസും എല്ലാം കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അതിപ്പോൾ തന്നെയുമല്ല, നിങ്ങൾ 2 ലക്ഷം രൂപ വാങ്ങിക്കുന്നതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത്, ഒത്തിരി പേരുണ്ട് മറ്റൊരു ആരും അറിയുന്നുണ്ടാവില്ല, അവർക്കിത് മറ്റുള്ളവർ അറിയിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഈ അഗാപ്പെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ്, പിന്നെ ഓവറോൾ ഹാപ്പിനെസ്. ദുഃഖം മരിക്കുക, അവർക്ക് ദുഃഖത്തെക്കുറിച്ച് ഓർക്കാൻ ചിന്തിക്കാൻ ടൈമില്ല, പഴയ സംഭവങ്ങളൊന്നും അവർ ഓർക്കത്തില്ല. ഇവർക്ക് സ്ട്രെസ്സ് ഇല്ല, റെഡ്യൂസ് ചെയ്യാനായിട്ട് സ്ട്രെസ് അങ്ങ് നഷ്ടപ്പെടുകയാണ്, എലിമിനേറ്റഡ് ആകുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മെൻ്റൽ വെൽബീയിങ്, മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഇവരുടെ അതുപോലെ തന്നെ സോഷ്യൽ കണക്ഷൻസ്, ഇപ്പോൾ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ്, ഇതെല്ലാം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതൊരു ഈ അഗാപ്പെ വർദ്ധിക്കാനായിട്ട് പറ്റിയ, അപ്പം ഞാൻ പിന്നീട് ഒരു സംഭവത്തിൽ പറയാം അഗാപ്പെ വർദ്ധിപ്പിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഞാൻ ചില ക്ലാസ്സിൽ എടുക്കുന്നുണ്ടാവും അഗാപ്പെ വർദ്ധിപ്പിക്കാൻ പറ്റിയ 100 മെത്തേഡുകൾ. ഭയങ്കര അഡ്വാൻസ്ഡ് സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാം അവയർനെസ് ഈ 500-ന് മുകളിലൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ളതാണല്ലോ. ലൈഫിലെല്ലാം തന്നെ വന്നോളും പിന്നെ നമുക്ക്. അപ്പോൾ അഗാപ്പെ കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. അഗാപ്പയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, വളരെ കണക്റ്റഡ് ആയിട്ടുള്ളത് 8ാമത്തത് നമ്മൾ ഫിലോഷിയ എന്ന് പറയും. ഫിലോഷിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് ലവ്. നിങ്ങൾ സ്നേഹിക്കാത്ത ആളിന് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല. ജീസസ് പറഞ്ഞത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നിന്നെ നീ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടോ, ഇഫ് യു ഡോണ്ട് ലവ് യുവർ സെൽഫ് യു കനോട്ട് ലവ് ദ നെയ്ബർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഫിലോഷിയക്കകത്ത് അഗാപ്പയും ഫിലോഷിയായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഇഫ് യു ഡോണ്ട്, നിങ്ങൾക്ക് ഫിലോഷിയ ഇല്ലെങ്കിൽ അഗാപ്പെ വരത്തില്ല. ഓക്കെ, ബൈബിളിൽ എടുത്ത് പറയുമ്പോൾ അപ്പോൾ ഫിലോഷിയ വരണം. അപ്പം നിങ്ങളുടെ മുഖം ഒരു കണ്ണാടി കാണുമ്പോൾ അതിലേക്ക് നിങ്ങൾ നോക്കുമ്പം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അയാളായിട്ട് ചിന്തിക്കണം. ഇപ്പോൾ എനിക്ക് എന്നെ ഞാൻ കാണുമ്പം എനിക്ക് ഏറ്റവും റെസ്പെക്റ്റുള്ള, എനിക്ക് ഏറ്റവും സ്വീകാര്യതയായിട്ടുള്ള, ഞാൻ ഏറ്റവും അഡ്മയർ ചെയ്യുന്ന ആൾ ഞാൻ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ചെയ്ത് അതെല്ലാം പുറത്തറിയിക്കണമെന്നില്ല, ഇന്ന് നമുക്ക് സമയമില്ലല്ലോ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ 1 മണിക്കൂറില്ല 10 മിനിറ്റ് കിട്ടിയാൽ പോലും ഞാൻ എൻ്റെ മേഖലയിലൂടെ, നമുക്ക് പറ്റാത്ത മേഖല പോകണ്ട, നമുക്ക് എൻ്റെ മേഖലയിലൂടെ സമൂഹത്തിന് എന്ത് മാറ്റം. ഇപ്പം ഞാനിതിപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അഗാപ്പയാണ്. അഗാപ്പ കൊണ്ടാണ് ഞാനിതിരുന്ന് റിസർച്ച് ചെയ്ത് നിങ്ങളിലേക്ക് ഇത് കൊണ്ടിരുന്നതും എല്ലാം. അപ്പോൾ അതുപോലെ തന്നെ അഗാപ്പയിലോട്ട് പോകുമ്പോൾ എനിക്ക് നേരത്തെ മുതലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ സക്സസിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഫിലോഷിയാണ്, സെൽഫ് ലവ്. ഞാൻ എന്നെ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പം സെൽഫ് കെയർ, ആരോഗ്യത്തെ ശരിക്കും നോക്കുക, ശരീരത്തിന് വേണ്ടത് മാത്രമേ കഴിക്കാവുള്ളൂ, നമുക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്ത് നമ്മൾ പേര് കളയാനായിട്ടോ അങ്ങനെയൊന്നും നോക്കരുത്. സെൽഫ് കമ്പാഷൻ, നമുക്ക് നമ്മളോട് തന്നെ കമ്പാഷനുണ്ട്, സെൽഫ് എസ്റ്റീമുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടാകുമ്പം ഇപ്പോൾ ഇതിനകത്ത് മാത്രം ഈ സെൽഫ് ലവ് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡൊപ്പാമൈൻ ഒരു ചെറിയ രീതിയിൽ നമുക്കുണ്ട്. കാരണം നമുക്ക് നമ്മളെ ബോഡിയെ തന്നെ നമ്മൾ കാണുമ്പം ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെറിറ്റോണിൻ ഭയങ്കരമായിട്ട് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യുക മൂഡിനെ. അപ്പോൾ ഈ സെൽഫ് ലവ് നിങ്ങൾ തന്നെ, ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് ഒരുപാട് പേർക്ക് ഇതുണ്ട്. അവർ നല്ല ഒരുങ്ങി ഇരുന്നിട്ട് കണ്ണാടി നോക്കി അവർ ആസ്വദിക്കുക. അപ്പോൾ അത് അവർ ആസ്വദിക്കുന്ന കൂടെ, അപ്പോൾ അത് ഈ പറഞ്ഞ ഡൊപ്പാമൈൻ ഇമ്പാക്റ്റാണ്, ഹോർമോണാണ് ബോഡിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ സൗന്ദര്യം കണ്ടിട്ട് വീണ്ടും ഒരുങ്ങി കണ്ണൊക്കെ എഴുതി ലിപ്സൊക്കെ ഇതൊക്കെ ഇട്ട് അവർ നോക്കിയിട്ട് അവർക്കൊരു ഭയങ്കര ഒരു ആത്മസംതൃപ്തി. അങ്ങനെ വേണമെങ്കിൽ 1 മണിക്കൂറൊക്കെ ചിലവാക്കാനായിട്ട് അവർക്ക് തെറ്റല്ല, നല്ല കാര്യമല്ലോ. ഈ ഹോർമോൺ വരുമല്ലേ, അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ വരുവാണല്ലോ, അപ്പം സെറിറ്റോണിൻ. അപ്പോൾ ഈ സെറിറ്റോണിൻ വരുമ്പോഴത്തേക്ക് അവർക്ക് നല്ലപോലെ മൂഡ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡൊപ്പാമൈൻ ഇമ്പാക്റ്റ് വന്നിട്ട് അവർക്കൊരു സെൽഫ് റിവാർഡ് സിസ്റ്റവും ഒരു മോട്ടിവേഷനും വരുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എൻഡോർഫിൻസും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രെസ് എല്ലാം റെഡ്യൂസ് ചെയ്ത്, അപ്പോൾ സെൽഫ് ലവ്, അപ്പോൾ ഒരു ദിവസം ഒരു കുറച്ച് സമയമെങ്കിലും സെൽഫ് ലവിന് വേണ്ടി എടുക്കണം. നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ നന്നായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചുമ്മാ ആരോ കാര്യം തലേ കയറാൻ തുടങ്ങുക, വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ, ഇതെല്ലാം നമ്മളിന്ന് പയ്യെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ഇഫ് യു ലവ് മോർ ആൻഡ് മോർ. ഈ എലമെൻറ്റിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ, ബാർബറ ഫ്രെഡ്സൺ അവരുടെ നോർത്ത് കറോളിന യൂണിവേഴ്സിറ്റിയിലെ പഠനം, അപ്പോൾ അവരുടെ റിസർച്ചിൽ കാണിച്ചത്
നമ്മൾ ഈ പോസിറ്റീവ് ഇമോഷൻസ് ലവിൽ നിന്ന് വരുന്നു. ലവിൽ നിന്ന് വരുന്ന 100-ലധികം ഇമോഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെയല്ല എല്ലാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചും വളരെ മൈന്യൂട്ടായിട്ടുള്ളതുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല അവിടെ. അപ്പോൾ അവിടെ കോഗ്നേറ്റീവ് ഫങ്ഷൻസിനെ ബ്രോഡൻ ചെയ്യും. അതുപോലെ തന്നെ സോഷ്യൽ റിസോഴ്സസ്, ഓവറോൾ വെൽബീങ് കൂടും. അതുപോലെ തന്നെ പിന്നെ നടത്തിയ പഠനത്തിനകത്ത് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നടത്തിയ പഠനത്തിനകത്ത് കണ്ടെത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. റോബർട്ട് എ ഇമോസ് ഉണ്ട്, ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വിശദമായിട്ട് പഠനം നടത്തിയതാണ് ഡോക്ടർ വാക്ക് വില്യം. ഇവരുടെ പഠനത്തിനകത്ത് അവരൊരു മെഡിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പഠനം നടത്തിയത്. അപ്പോൾ അതിനകത്ത് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എവരി ഡേ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ്സും ഒരു ലവ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെറിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മൂഡ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിച്ചാർഡ് മക്നെയിലിയുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ അകത്ത് വരുമ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡും ലവും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ഒരുവിധപ്പെട്ട ഈ രണ്ടെണ്ണം ഒന്നിച്ച് ലോട്ട് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇത് ടുഗദർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഏറ്റവും വില കൂടിയ മരുന്ന് കഴിക്കുന്ന കഴിഞ്ഞും നല്ല ഇഫക്റ്റാണ്. അപ്പം ലൈഫിൻ്റെ സീക്രട്ട് ഇതാണ്, നിങ്ങൾക്ക് എല്ലാത്തിനും ശക്തി കിട്ടുന്നത് നിങ്ങൾ സെൽഫ് ലവിൽ നിന്നാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട്. അപ്പോൾ ഈ 8 വിധത്തിലുള്ള ലവിനെ വീണ്ടും വീണ്ടും നിങ്ങളൊന്ന് നോക്കിയിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് വരും. ഇതൊരു അനന്തമായ നേട്ടത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ഏക മരുന്നെന്ന് പറയുന്ന ലവ് ആണല്ലോ. അപ്പോൾ ആ ലവിൻ്റെ 8 കൂട്ടുകളാണ്, രഹസ്യ കൂട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് എല്ലാ വിജയങ്ങളും വരുത്തട്ടെ, നിങ്ങൾ നേടിയെടുക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.